എന്താണ് ഈ രോമാഞ്ചം? ബസ്സിൽ കയറുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? കളകളാരവം എങ്ങനെ ഉണ്ടാകുന്നു? ഒരു ദിവസത്തെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണല്ലേ നടക്കുന്നത്? നമ്മൾ കാണുന്ന ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് സംശയങ്ങൾ ഉണ്ടായേക്കാം. അത് നമ്മൾ തീർക്കാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരിക്കണം. തുമ്മുമ്പോൾ കണ്ണടയുന്നത് എന്തുകൊണ്ട്? എന്തിനാണ് ഈ സൈറ്റുകളിലെല്ലാം ഐ എം നോട്ട് എ റോബോട്ട് എന്ന ബോക്സ് ക്ലിക്ക് ചെയ്യേണ്ടി വരുന്നത്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ. എന്നാൽ ആരും അതിന് ആവോ എന്നായിരിക്കും ഉത്തരം തരിക. എന്നിട്ട് അതെന്തെങ്കിലും ആവട്ടെ എന്ന് വെക്കും. അപ്പോ നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ പിന്നിലെ രഹസ്യങ്ങളൊന്ന് നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്ക് കേട്ടോ. ഇവിടുന്ന് ആരും പരാതി പറയാൻ വരില്ല. നമ്പർ 10, മുറിവ് നൽകുന്ന മണം. എന്തുകൊണ്ടാണ് പുല്ല് വെട്ടുമ്പോൾ ഒരു പ്രത്യേകതരം ഫ്രഷ് സ്മെല്ല് വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കാറ്റടിക്കുമ്പോൾ ആ മണം ഇങ്ങനെ നമ്മുടെ മൂക്കിൻ തുമ്പിൽ എത്തുമ്പോൾ തന്നെ നല്ലൊരു റിലാക്സേഷൻ വൈബ് നമുക്ക് ലഭിക്കും. എന്നാൽ ഈ മണം എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഈ പുല്ല് വെട്ടുമ്പോൾ അതിൽ നിന്നും ഗ്രീൻ ലീഫ് വോളറ്റൈൽ എന്ന ഓർഗാനിക് കോമ്പൗണ്ട് നിരവധിയായി ഉണ്ടാകുന്നു. ഇത് ആ മുറിഞ്ഞുപോയ ഭാഗത്തെ മുറിവ് മാറ്റി അവിടെ പുതിയ സെൽ ഉണ്ടാകുന്നതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായാണ് ഉണ്ടാകുന്നത്. GLV ഗ്രീൻ ലീഫ് വോളറ്റൈൽ എന്നത് 8 ഓക്സിജനേറ്റഡ് ഹൈഡ്രോ കാർബൺസും ആൽക്കഹോൾസും ആൽഡിഹൈഡ്സും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്. കെമിസ്ട്രിയൊക്കെ പഠിച്ചവർക്ക് ഇത് മനസ്സിലാകും. എന്തായാലും ഈ കോമ്പിനേഷൻ കൊണ്ടാണ് പുല്ല് വെട്ടുന്ന സമയത്ത് ആ സ്മെൽ ഉണ്ടാകുന്നത്. സോ നെക്സ്റ്റ് ടൈം ഈ സ്മെല്ലടിക്കുമ്പോൾ ഓർക്കുക, ആ പാവപ്പെട്ട പുല്ലിന്റെ മുറിവാണ് നമ്മൾ ആസ്വദിക്കുന്നത്. എന്ത് ക്രൂരന്മാരാണല്ലേ നമ്മള്. നമ്പർ 9, സൂര്യപ്രകാശം അത്ര നിസ്സാരക്കാരനല്ല. എന്തുകൊണ്ടാണ് വെയിലത്തിറങ്ങുമ്പോൾ നമ്മുടെ നിറം മങ്ങുന്നത്? കുറച്ചുകൂടി സ്റ്റൈലിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ടാൻ അടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ടാൻ അടിക്കുക മാത്രമല്ല, ചില ടൈമിൽ ഓവറായി സൂര്യപ്രകാശം കൊള്ളുന്നത് നമ്മുടെ മുടിയുടെ നിറവും മാറുന്നതിന് കാരണമാകും. അതായത് മുടി പെട്ടെന്ന് നരയ്ക്കുമെന്ന്. ഈ 2 കേസിലും ഡാമേജ് ഉണ്ടാകുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നിറം നൽകാൻ കാരണമാകുന്ന മെലാനിനാണ്. അതുകൊണ്ടാണ് നമുക്ക് നിറം മാറ്റം ഉണ്ടാകുന്നത്. പക്ഷേ മുടി ഒരു ലിവിങ് തിങ് അല്ലാത്തതുകൊണ്ട് ന്യൂ ഫോളിക്കിൾ വരുന്നത് വരെ ആ മുടി കളർ മാറാതെ നിൽക്കും. എന്നാൽ നമ്മുടെ സ്കിൻ UV റേയിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ മെലാനോസൈറ്റ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ ഭാഗമായി നമ്മുടെ സ്കിൻ കൂടുതൽ ഡാർക്കനാകും. ഇത് റിമൂവ് ആക്കാൻ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ സൂര്യപ്രകാശമാകാം. എന്നാൽ ഇപ്പോഴത്തെ വെയിലിലൊക്കെ ഇറങ്ങി നിൽക്കുവാണെങ്കിൽ അൽഫാമായി തിരിച്ചു കയറേണ്ടി വരും. അതാണ് അവസ്ഥ. നമ്പർ 8, ഞാനൊന്നും കാണുന്നില്ല. തുമ്മാൻ നേരം കണ്ണടയ്ക്കുന്നവരാണോ നിങ്ങൾ? അറിഞ്ഞുകൊണ്ട് അടയ്ക്കുന്നതാണോ അതോ അറിയാതെ അങ്ങ് അടഞ്ഞു പോകുന്നതാണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കണ്ണടയുന്നത് എപ്പോഴാണെന്ന്? ഇപ്പൊ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. അടുത്ത തുമ്മൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒരു തുമ്മലിൽ ഏകദേശം 5000 ഡ്രോപ്സ് ഓഫ് മ്യൂക്കസും എയറുമാണ് നിങ്ങൾ പുറത്തോട്ട് വിടുന്നത്. അതുകൊണ്ട് തന്നെ ഇവയൊന്നും കണ്ണിൽ പറ്റാതിരിക്കാൻ കണ്ണടയ്ക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. ഇതിന്റെ എക്സാക്റ്റ് ആയ ഒരു ഉത്തരം സയൻസിന്റെ കയ്യിൽ ഇല്ല എങ്കിലും തുമ്മൽ വരുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഭാഗത്തുള്ള മസിൽസ് ഒക്കെ നല്ല രീതിയിൽ ടൈറ്റൻ ആകുന്നുണ്ട്. സോ അതും ഇതിനൊരു കാരണമായാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈം തുമ്മുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ല, ഇനി കണ്ണടയ്ക്കാതെ തുമ്മാൻ കഴിവുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണേ. അതുപോലെ തന്നെ നമ്മൾ നല്ല പുളിപ്പുള്ള നാരങ്ങയൊക്കെ കഴിക്കുമ്പോൾ കണ്ണടയ്ക്കാതെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. തനിയെ അങ്ങ് അടഞ്ഞു പോകും. അതിനും ഒരു റീസൺ ഉണ്ട്. നാരങ്ങയിലെ ആസിഡിന് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനൊക്കെ ഡാമേജ് വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ തൊലിയിലെ ആസിഡ് നീര് കണ്ണിലോട്ട് തെറിക്കാതെ പ്രിവെന്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. നമ്പർ 7, എവിടെയോ എന്തോ തകരാറ് പോലെ. നമ്മുടെയൊക്കെ വോയിസ് നമ്മൾ സ്വയം വിചാരിക്കുന്നത് പോലെ തന്നെയാണോ? അതായത് നമ്മുടെ തന്നെ വീഡിയോ റെക്കോർഡിങ്ങും വോയിസ് നോട്ടും ഒക്കെ കേൾക്കുമ്പോൾ ഷെടാ ഇതെന്താ എന്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് തോന്നിയിട്ടില്ലേ? സംഭവം റെക്കോർഡായതിലുള്ള പ്രശ്നമൊന്നുമല്ല. യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിച്ചു വെക്കുന്നതും സ്ഥിരം കേൾക്കുന്നതുമായ വോയിസ് അല്ല ശരിക്കും നമുക്കുള്ളത്. അതിൽ വ്യത്യാസങ്ങളുണ്ട്. ഇതിന് കാരണം എന്തെന്നാൽ മറ്റുള്ളവർ കേൾക്കുന്ന നമ്മുടെ വോയിസ് എയറിലൂടെ കണ്ടക്ട് ചെയ്യുന്നവയാണ്. എന്നാൽ നമ്മൾ കേൾക്കുന്നതോ നമ്മുടെ സ്കള്ളിലെ ബോൺ കണ്ടക്ട് ചെയ്യുന്ന ലോ ഫ്രീക്വൻസി സൗണ്ട് കൂടി മിക്സ് ആയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശബ്ദം നമുക്ക് കേൾക്കുന്നുണ്ടാകുക വേറെ രീതിയിലാകും. വെറുതെ ആണോ നമ്മൾ നല്ല രസമെന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ പാടുന്ന പല പാട്ടുകളും പുറത്ത് കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്തത്? അല്ലേലും അതിനൊക്കെ ഒരു കഴിവ് വേണം അല്ലേ? എല്ലാം ദൈവം ഒരാൾക്ക് കൊടുക്കില്ലല്ലോ. നമ്പർ 6, ഞാൻ റോബോട്ട് അല്ലേ അല്ല. എന്തെങ്കിലുമൊക്കെ ഒരു സൈറ്റിൽ പല ആവശ്യങ്ങൾക്കായി കയറാൻ നേരം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ബോക്സ് ആകും ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഭാഗം ടിക്ക് ചെയ്യാനുള്ളത്. ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയ ഈ കാലത്ത്
ഒരു ചെറിയ ബോക്സിൽ ടിക്ക് ഇടുന്നത് കൊണ്ട് മാത്രം എങ്ങനെയാണ് ഈ സൈറ്റുകൾ നമ്മൾ റോബോട്ടല്ല എന്ന് മനസ്സിലാക്കുന്നത്? ഇത്രയും പരിപാടികൾ ചെയ്യുന്ന AI റോബോട്ടുള്ള ഈ കാലത്ത് ഒരു ടിക്കൊക്കെ ഇടാനാണോ ഇത്ര പാട്? ആ ചിന്തയിൽ തെറ്റില്ല. എന്നാൽ ഇത് ഗൂഗിൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആന്റി ബോട്ട് ക്യാപ്ചർ സംവിധാനമാണ്. അതായത് റോബോട്ട് പൊതുവെ പെർഫെക്റ്റ് ആയാണ് കാര്യം ചെയ്യാറ്. അതിൽ നിന്നും മനുഷ്യരെ വേർതിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഹ്യൂമൻ എററുകളാണ്. ഈ സെയിം കാര്യം ട്രാക്ക് ചെയ്താണ് ഈ പരിപാടിയും വർക്ക് ചെയ്യുന്നത്. നമ്മൾ സൈറ്റിൽ കയറുമ്പോൾ ആക്സിഡന്റലി ഞെക്കുന്ന ക്വിസും നമ്മുടെ സ്ക്രോളിംഗ് പാറ്റേൺസും ഒക്കെ കൊണ്ടാണ് അവർ നമ്മൾ മനുഷ്യർ തന്നെയാണോ എന്ന് കണ്ടെത്തുന്നത്. ഒരു റോബോട്ട് ആണെങ്കിൽ അതിനിങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഡയറക്റ്റ് ചെന്നങ്ങ് ബോക്സ് ടിക്ക് ചെയ്ത് പണി നോക്കത്തല്ലേ ഉള്ളൂ. നമ്പർ 5. എന്നാലും അവരുടെ കണ്ണിൽ ആരായിരിക്കും കുത്തിയത്? കടൽ കൊള്ളക്കാരെ കാണിക്കുന്ന എല്ലാ സീനിലും അവർ കണ്ണ് പൊത്തി വെച്ചേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൊതുവെ വല്ല ആക്രമണത്തിനും ഇടയിലും അവർക്ക് അവരുടെ കണ്ണ് നഷ്ടമായി കാണുമെന്നൊക്കെയാകും നമ്മൾ വിചാരിക്കുന്നത്. എന്നാലും ഈ എല്ലാ കടൽ കൊള്ളക്കാരുടെയും കണ്ണിൽ ആരാണ് തെരഞ്ഞുപിടിച്ച് കുത്തുന്നത്, അല്ലേ? എന്നാൽ അതൊന്നുമല്ല ഗൈസ്. നമ്മളൊരു റൂമിൽ രാത്രി ഇരിക്കാൻ നേരം പെട്ടെന്ന് കറണ്ട് പോയാൽ മൊത്തം ഇരുട്ടാകില്ലേ? എന്നാൽ ഏതാനും കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ആ ഇരുട്ടത്തും കുറച്ചൊക്കെ കാണാനായി സാധിക്കും. ഇവിടെയും അത് തന്നെയാണ്. അവർ ഒരു കണ്ണ് പൊത്തിവെച്ചേക്കുന്നത് കപ്പലിന്റെ അടിഭാഗത്തുള്ള അറകളിലോട്ടൊക്കെ പോകുമ്പോൾ കാഴ്ച കൃത്യമായി കിട്ടാൻ വേണ്ടിയാണ്. ഒരു കണ്ണ് എപ്പോഴും ഇരുട്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഇരുട്ടിൽപ്പെട്ടാലും ആ കണ്ണിലൂടെ വ്യക്തമായ കാഴ്ച കാണാൻ സാധിക്കും. എന്താണ് പൊടിയുടെ നിറം? എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കുറച്ച് നാളായി ഉപയോഗിക്കാതെ ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വൃത്തിയാക്കാതെ ഇരിക്കുകയാണെങ്കിലോ അതിൽ പൊടി പിടിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നാൽ ഈ പൊടിക്ക് എന്ത് നിറമാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ പറയും കറുപ്പ് നിറമാണെന്ന്, മറ്റു ചിലർ അത് വെള്ള നിറമാണെന്ന് കൂടി പറയും. എന്നാൽ യഥാർത്ഥത്തിൽ അതിന്റെ നിറം ഗ്രേ ആണ്. വെള്ള പ്രതലത്തിലുള്ളപ്പോൾ അതിന് കറുപ്പായും കറുപ്പ് പ്രതലത്തിലുള്ളപ്പോൾ നമുക്കതിനെ വെള്ള നിറമായും തോന്നുന്നതാണ്. ഷെടാ, സൂര്യപ്രകാശത്തിൽ കാണുന്ന പൊടിക്ക് വെള്ളയും കറുപ്പും നിറം എന്താണെന്ന് ഞാൻ എത്ര തവണ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കാര്യം. എന്തിനായിരിക്കും ആ പിങ്ക് നിറം? നമ്മുടെ കണ്ണിന്റെ അകത്തുള്ള ആ പിങ്ക് പാർട്ട് എന്തിനാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഉപയോഗം കാണും. അതുപോലെ തന്നെ ഈ പിങ്ക് പാർട്ടിന്റെ ഉപയോഗം എന്താകുമെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. അധികം ചിന്തിച്ചു കൂട്ടണ്ട. കാരങ്കൾ എന്നാണ് ഈ ഭാഗത്തെ വിളിക്കുന്നത്. പരിണാമം സംഭവിച്ചതിന്റെ ഭാഗമായാണ് അത് അവിടെ നിലനിൽക്കുന്നത്. നമ്മുടെ കണ്ണിലെ ലൂബ്രിക്കേഷൻ നിലനിർത്തുകയും പൊടിയും മറ്റുമുള്ളിൽ കടക്കുന്നത് തടയുകയും ചെയ്യുന്നു. തവളയും പല്ലിയും പോലുള്ള ജീവികൾക്ക് ഇങ്ങനെയൊരു പാർട്ട് കാണും. ബാക്ടീരിയയും മറ്റു കാര്യങ്ങളിൽ നിന്നും അവരുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ പാർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നുണക്കുഴിയുള്ളവരാണോ നിങ്ങൾ? എങ്ങനെയാണ് ശരിക്കും നുണക്കുഴി വീഴുന്നത്? യഥാർത്ഥത്തിൽ മസിൽ ഡിസ്ലൊക്കേഷൻ കാരണമാണ് നുണക്കുഴി വരുന്നത്. മുഖഭാവങ്ങൾക്കും പുഞ്ചിരിക്കും കാരണമാകുന്ന സൈഗോമാറ്റിക്സ് മേജർ പേശിയിലെ വ്യതിയാനം മൂലമാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. പുഞ്ചിരിക്കുമ്പോൾ ഇവരുടെ പേശി രണ്ടായി സ്പ്ലിറ്റ് ആകുന്നു. അങ്ങനെ കവിളിൽ ഒരു കുഴി സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷേ ഇത് കാരണം നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. നമ്പർ 3. ഇനി കുറച്ച് രോമാഞ്ചമാവാം. എന്തുകൊണ്ടാണ് ഈ രോമാഞ്ചം ഉണ്ടാകുന്നതെന്നറിയാമോ? നമുക്കിഷ്ടപ്പെട്ട ടീം വിജയിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തോറ്റുവെന്ന് വിചാരിക്കുന്ന കളി ഒറ്റ നിമിഷം കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റുമ്പോഴോ, അതുമല്ലെങ്കിൽ ചില പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതരം ഫീലാണ് ഈ രോമാഞ്ചം. ഈ ടൈമിൽ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള ചെറിയ രോമങ്ങൾ എഴുന്നേറ്റങ്ങ് നിൽക്കും. സംഭവം നമ്മുടെ ബോഡിയിലുള്ള നിരവധി ഇൻവോളണ്ടറി ആക്ഷൻസിൽ ഉൾപ്പെട്ടതാണ്. എന്നാലും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നൊരു ക്യൂരിയോസിറ്റി ഇല്ലേ? അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെയുള്ള വളരെ കുഞ്ഞു മസിൽസിനുണ്ടാകുന്ന ചേഞ്ചസ് കാരണമാണ് നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുന്നത്. ഇത് പ്രധാനമായി ഉണ്ടാകാറ് സഡൻ ആയിട്ടുള്ള അഡ്രിനാലിൻ റഷ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോഴാണ്. എന്നുവെച്ചാൽ നമുക്ക് സ്ട്രെസ് ഉള്ള പോലെ അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ അത്രയും പീക്കായി അനുഭവിക്കുമ്പോഴോ ഒക്കെയാണ് ഇത് സംഭവിക്കുക. നമ്പർ 2. എന്താണ് ഈ കലകളാരവം? പ്രകൃതിയുടെ ഭംഗി ആലോചിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും നല്ല പച്ച പുതച്ച പാടങ്ങളും കിളികളുടെ കളകളാരവവും കൂടെ ഒരു ചെറിയ അരുവിയും ഒക്കെ ആകുമല്ലേ ഓർമ്മ വരിക. ഈ അരുവി എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിൽ ഓടി വരുന്ന ശബ്ദമാണ് നല്ല ബുളുബുളു പോലത്തെ ഒരു ഒച്ച. ഇതിനെ അരുവിയുടെ പാട്ടായൊക്കെ ചില കവികൾ വർണ്ണിച്ചെഴുതിയിട്ടുണ്ട്. എന്തായാലും ഈ ബുളുബുളു ശബ്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നറിയുമോ? അതായത് ഈ അരുവി ഒഴുകി വരുന്നത് കല്ലുകൾക്ക് മുകളിലൂടെയൊക്കെയാണല്ലോ. അപ്പോ ഈ വെള്ളം വന്ന് ശക്തിയിൽ വീഴുമ്പോൾ അതിനിടയിൽ എയർ പോക്കറ്റ്സ് ക്രിയേറ്റ് ആകും. അങ്ങനെ ക്രിയേറ്റ് ആകുന്ന എയർ ബബിൾസ് പൊട്ടുമ്പോഴാണ് അരുവിയുടെ ആ ഗുളും ഗുളും എന്ന ഒച്ച നമുക്ക് കേൾക്കാനായി സാധിക്കുന്നത്. അല്ല, ഇനി കടലിൽ തിരമാലയുടെ ശബ്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? എങ്കിൽ കമന്റ് പോട്. എത്തനെ പേർക്ക് തിരിയുന്നു പാക്കല. നമ്പർ 1. മോഷൻ സിക്നസ്. നിങ്ങളിൽ ആർക്കെങ്കിലും മോഷൻ സിക്നസ് ഉണ്ടോ?
മിക്ക ആളുകൾക്കും ചെറിയ രീതിയിലൊക്കെ ഇതുണ്ടാകും. എന്നാൽ മറ്റു ചിലർക്ക് ഇതിനോട് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. ഇതുണ്ടാകുന്നത് നമ്മുടെ ബ്രെയിനിനുണ്ടാകുന്ന കൺഫ്യൂഷൻ കാരണമാണ്. അതായത് ബ്രെയിനിന് തീരുമാനിക്കാൻ കഴിയില്ല നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന്. പല പാർട്ടുകളിൽ നിന്നും ബ്രെയിനിന് കിട്ടുന്ന ഇൻഫർമേഷൻസ് കൂട്ടിച്ചേർക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പ്രധാനമായും ഇതുണ്ടാകാറ്. അതായത് ഒരു കപ്പലിൽ പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾക്ക് ആ വെള്ളത്തെ കാണാൻ സാധിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ ചെവികൾക്ക് അതിന്റെ മൂവ്മെന്റിന്റെ ശബ്ദം കേൾക്കാനായി സാധിക്കും. ഇതുമൂലം ബ്രെയിനിന് കൺഫ്യൂഷൻ ആകും. അങ്ങനെ മോഷൻ സിക്നസ് എന്ന അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. ഡിസിനസ്, നോഷ, സ്വെറ്റിംഗ് എന്നിവയൊക്കെയാണ് മോഷൻ സിക്നസ് ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആട്ടെ, നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ഗൈസ്? പലതരം വ്യത്യസ്ത കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിലൂടെ കുറെ പുതിയ കാര്യങ്ങളും ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുടെ റീസണും നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും എത്തും. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോ ബൈ.